ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എല്ലാം ഇങ്ങനെ നീട്ടി വെക്കുകയാണ്. അതേസമയം ഈ 5 മിനിറ്റ് റൂളും അതുപോലെ തന്നെ 2 മിനിറ്റ് റൂളൊക്കെ കേട്ട് മടുത്തും ചെയ്തിട്ടുണ്ട്. ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ദെൻ ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു. നമ്മളെ ബ്രെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പാത്താണ് ബ്രെയിൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഈ പ്രൊക്കാസ്റ്റിനേഷൻ്റെ ഒരു സയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് 2 വഴിയുണ്ട്. അതിൽ ഒന്നിലൂടെ നമ്മൾ ഓൾറെഡി പോയതാണ്, അത് എവിടെ എത്തും നമുക്കറിയാം. മറ്റേ വഴി എങ്ങോട്ട് എത്തും നമുക്കറിയില്ല. അപ്പോൾ ഏത് വഴി നമ്മൾ എടുക്കുക? ഇത് ചിലപ്പോൾ നമ്മൾക്ക് ഓൾറെഡി കിട്ടിയതിനെക്കാട്ടും അടിപൊളി സ്ഥലത്തേക്ക് എത്താനോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാനോ സഹായിക്കുന്ന വഴി ആയിരിക്കാം. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യുക? നമ്മളെ ബ്രെയിൻ എപ്പോഴും നമ്മളോട് അറിയുന്ന വഴി എടുക്കാനാണ് പറയുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനെ ഒരു അറിയാത്ത പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ കാട്ടിലുള്ള സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാനും ത്രെറ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രെയിന് അല്ലെങ്കിൽ ആ ഒരു ഭാഗം, ആ ഒരു സർവൈവൽ, ആ ഒരു കംഫർട്ട് നോക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് അൺസെർട്ടൈൻ ആയിട്ടുള്ള, ഫെമിലിയർ അല്ലാത്ത, സ്ട്രെസ് ഉണ്ടാക്കുന്ന, പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബ്രെയിൻ എന്ത് പറയും? സോഷ്യൽ മീഡിയ എടുത്തോ, കുറച്ച് നേരം സ്ക്രോൾ ചെയ്തോ, വല്ല സിനിമ കണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബിഞ്ച് ഈറ്റിങ് ചെയ്യാൻ നിൽക്കാതെ ഇങ്ങനെ ഈറ്റ് ചെയ്തോ. അപ്പോൾ ഈ സംഭവങ്ങൾ, ഈ പെയിൻ, ഈ സ്ട്രെസ്, ഈ അൺസർട്ടനിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് നമ്മളോട് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ശരിക്കും ചെയ്യേണ്ട ടാസ്കുകൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിങ്ങനെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഇങ്ങനെ നീട്ടി വെച്ച് നമ്മളിങ്ങനെ ബാഡ് ഹാബിറ്റ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് അതിന് എസ്കേപ്പ് ചെയ്തിട്ട് പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളത് നോക്കുമ്പോൾ നമ്മൾ ആ ടാസ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിന്നെയും കൂടുതൽ സ്ട്രെസ് വന്നു, കൂടുതൽ ആങ്സൈറ്റി വന്നു, കൂടുതൽ അൺസർട്ടനിറ്റി വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഇതൊരു വിഷ്യസ് ലൂപ്പായി കണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിളായി കണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഓഫീസിൽ GST ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മളത് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അൺസർട്ടനിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് GST വർക്കൊക്കെ 1-2 മാസം കൊണ്ട് ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ എല്ലാ മാസവും ഒരേപോലെ തന്നെയാണ്. GST വർക്ക് മെയിനായിട്ട് മന്ത്ലിയാണ്. അപ്പോൾ എല്ലാ മാസവും ഒരേ വർക്ക് തന്നെ ഏകദേശം ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ GST എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ നിങ്ങൾ ചെരുപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊരു ടാക്സ് അടക്കുമല്ലോ. ആ സാധനത്തിൻ്റെ ബില്ലിൻ്റെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടാവുക ആ സാധനത്തിൻ്റെ പ്രൈസ് പ്ലസ് CGST പ്ലസ് SGST, അല്ലാന്നുണ്ടെങ്കിൽ സാധനത്തിൻ്റെ പ്രൈസ് പ്ലസ് IGST. അങ്ങനെയാണ്. അത് സ്റ്റേറ്റിനനുസരിച്ചാണ് വരിക. അത് ടോട്ടലേക്കാരം വന്നിട്ടുണ്ടാവുക. അപ്പോൾ കൺസ്യൂമർ ടാക്സും കൂട്ടിയിട്ടാണല്ലോ ഓർക്ക് കൊടുക്കുന്നത്, ഷോപ്പിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മളെ പരിപാടി വെച്ചാൽ കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്നല്ല, പകരം ആ ബിസിനസ് ഉണ്ടല്ലോ, ഇപ്പോൾ ആരാണോ സാധനം വാങ്ങുന്നത് ഓലക്കുന്ന GSTയും കൂടിയും കളക്ട് ചെയ്തിട്ടാണല്ലോ ആ സാധനം ഓല് വിൽക്കുന്നത്. അപ്പോൾ ആ ബിസിനസ്സുകാർ കളക്ട് ചെയ്ത GST ഉണ്ടാവും. ആ GST എത്രത്തോളം സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം GST ഗവൺമെൻറ്റിന് പേ ചെയ്യാനുണ്ട് എന്നുള്ളത് സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഡാറ്റ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതും ആ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുന്നതും ആ ടാക്സ് പേ ചെയ്യുന്നതൊക്കെ മെയിനായിട്ട് ഇതുപോലെ ടാക്സ് കൺസൾട്ടൻസീസോ അല്ലെങ്കിൽ നമ്മളെ CA ഫേംസൊക്കെ കയറും. GST എന്ന് പറയുന്നത് മന്ത്ലി വരുന്നതാണ്. എല്ലാ മന്തും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ പ്രശ്നമില്ലായിരുന്നു. ഫസ്റ്റ് ഇത് 2 മാസമൊക്കെ പ്രശ്നമുള്ളതിനും. പിന്നീട് ഇൻകം ടാക്സിൻ്റെ സീസൺ ആയപ്പോൾ ജൂലൈ 31 ഇൻകം ടാക്സിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു 1-2 മാസം മുമ്പൊക്കെയാണ് ഇൻകം ടാക്സ് എല്ലാവരും ഇങ്ങനെ ഫയൽ ചെയ്ത് തുടങ്ങൽ നോർമലി. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും? ഇൻകം ടാക്സിൻ്റെ ക്ലയൻറ്റുകളെ അവിടുന്ന് അലോട്ട് ചെയ്ത് കൊടുക്കും മാനേജേഴ്സ്. അങ്ങനെ എനിക്കും കുറച്ച് ക്ലയൻറ്റുകളെ അലോട്ട് ചെയ്ത് തന്നു. അപ്പോൾ GST എനിക്ക് എല്ലാം ഫെമിലിയർ ആണ്. പക്ഷേ അതേസമയം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമാണ് അന്ന്. അപ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ടാവും, എങ്ങനെ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെ ഫയൽ ചെയ്യുക, അങ്ങനത്തെ സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സ്, ഭയങ്കര അൺസർട്ടനിറ്റി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതെങ്ങനെ തീർക്കുമെന്ന് അറിയില്ല, GSTൻ്റെ അടിയിൽ കൂടെ എങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക് ഇങ്ങനെ അത് പുഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സംഭവം എന്താ? GST. അതിങ്ങനെ ഫയൽ ചെയ്യും. എന്നിട്ട് എനിക്ക് ടൈം ഇല്ലാത്ത പോലെ ഞാൻ ഇന്നെ തന്നെ കൺവിൻസ് ചെയ്യും. എനിക്ക് ടൈമില്ല, GST തന്നെ ഒരു മാസത്തെ ചെയ്യാണ്ട് ഇതിനിടയിൽ ടൈമില്ല, വേറെ ലോലോട് അതന്നെ പറയും. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് സംഭവം? നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അതെങ്ങനെ പഠിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന സ്ട്രെസ്സും ഫിയറും ആങ്സൈറ്റിയൊക്കെ കാരണം ഞാനത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, പിന്നെ അവിടെ ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് ഒക്കെ ആവാനായപ്പോഴാണ് ഇത് ഫുള്ള് തീർത്തത്, വേറൊരു വഴിയില്ലാത്തതായപ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ബയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് എൻ്റെ ബ്രെയിനിന് ഫെമിലിയർ ആയിട്ടുള്ള സംഭവം എന്ത്? GST. അതുകൊണ്ട് എപ്പോഴും ബ്രെയിൻ എന്താ പ്രിഫർ ചെയ്യുന്നത്? അതെന്നെ പ്രിഫർ ചെയ്യുക. ഇത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇനി പഠിച്ചെടുക്കണം. അവിടെ കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം.
ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു തന്നു എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ, എന്താണ് അതിൻ്റെ സയൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ബ്രെയിൻ അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടാസ്ക് വരുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, എന്നിട്ട് നമ്മൾ ഫോണൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നൊക്കെ. പക്ഷേ അങ്ങക്ക് വേണ്ടത് എന്താ, ഇത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ യൂസ് ചെയ്യാം. മോട്ടിവേഷൻ യൂസ് ചെയ്യാൻ എങ്ങനെ വെച്ചാൽ, നമ്മളിപ്പോൾ വല്ല വീഡിയോ ഒക്കെ കണ്ടു, എങ്ങനെ പഠിക്കുക എന്നുള്ള വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റഡി മോട്ടിവേഷൻ്റെ വീഡിയോ കണ്ടു, അപ്പോൾ നമുക്ക് നല്ല ഹൈപ്പായി. അപ്പോൾ ആ ഒരു ഹൈപ്പ് ഉപയോഗിച്ചാണ്ട്, ആ ഒരു ഫീലിംഗ് ഉപയോഗിച്ചാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉപയോഗിച്ചാണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പഠിക്കാനൊന്നും തോന്നുന്നില്ല, അതിനുള്ള ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് തീരെ മൂടില്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ ഡേവിഡ് ഗോഗിൻസിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചാണ്ട് നമ്മൾ വിൽ പവറും ഡിസിപ്ലിനൊക്കെ ഉപയോഗിച്ചാണ്ട് എങ്ങനെയെങ്കിലും ഇത് തീർക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും വർക്ക് ചെയ്യില്ല ഞാൻ പറയുന്നില്ല, ഞാനും ഇത് പറയലുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് എപ്പോഴും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും, പക്ഷെ എപ്പോഴും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വിൽ പവറോ ഡിസിപ്ലിനോ മോട്ടിവേഷനോ ഒന്നും യൂസ് ചെയ്യാതെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ വിൽ പവറോ അതേപോലെ മോട്ടിവേഷനോ ഡിസിപ്ലിനോ ഒന്നും ഉപയോഗിക്കാതെ പ്രൊക്കാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള, നമ്മളെ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി തീർക്കാനുള്ള സംഭവങ്ങൾ, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടിപ്പുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കൾട്ടിവേറ്റിംഗ് ദ ഹാബിറ്റ് ഓഫ് എംബ്രേസിങ് അൺസർട്ടനിറ്റി, ഫിയർ, സ്ട്രെസ്, ആങ്സൈറ്റി, കൺഫ്യൂഷൻ എക്സെട്ര. നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ, ഹാർഡായിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ വരുന്ന നെഗറ്റീവ് ഇമോഷൻസുകൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള, കൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും വിൽ പവറോ മോട്ടിവേഷനോ ഡിസിപ്ലിനോ ഉപയോഗിച്ചാണ്ടല്ലേ നമ്മുടെ പറയണത്, പക്ഷേ ബയോളജി ഉപയോഗിച്ചാണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഒരുവിധ ആൾക്കാർക്കും അറിയണ്ടാവില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അവിടുന്ന് തുടങ്ങാം. അതിനാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അറിയാത്തപ്പോൾ നമ്മളത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി സോൾവ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 80-20 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പരേറ്റോസ് പ്രിൻസിപ്പിളാണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ 20% ഓഫ് ഇൻപുട്ടാണ് 80% ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് നയിക്കുന്നത്. അത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സക്സസ് ആണെന്നുണ്ടെങ്കിലും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് നിങ്ങളെ ഒരു സംഭവം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് പഠിച്ചതൊന്നും തലയിൽ നിൽക്കണില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഒരു മെജോറിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളെ മൊത്തം ഹാബിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു 20% കാര്യങ്ങളൊക്കെ കയറും. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ അത് നിങ്ങളെ സ്ലീപ്പായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 4-5 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങണമെന്ന് വിചാരിക്കാം. നിങ്ങൾ ടോട്ടൽ ചെയ്യുന്ന കാര്യത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് സ്ലീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു മേജർ പാർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സക്സസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ മെയിനായിട്ട് വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, അതുപോലെ ടൈം ഫ്രീഡം ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ഒരു ദിവസം പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടാവും. ഞാൻ ജിമ്മിന് പോകുന്നുണ്ടാവും, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഞാൻ കുളത്തിൽ ചാടാൻ പോകുന്നുണ്ടാവും, ഞാൻ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, ഓടാനൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് വേണ്ട റിസൾട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഈ എല്ലാ കാര്യത്തിലും വെറും ചെറിയൊരു പോർഷൻ സംഭവിക്കാം. എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇത് മാത്രമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എൻ്റെ അല്ലാത്ത ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 80% ഓഫ് എനിക്ക് വേണ്ട ഗോളിൻ്റെ 80% റിസൾട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിലെ വെറും 20% ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആക്ടിവിറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ എഴുതി നോക്കണം. നമ്മളെ ഗോൾ എന്താണ്, ഇപ്പോൾ പഠിക്കുക എന്നാൽ പാസ്സാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ വർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അതേപോലെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അൺസർട്ടനിറ്റി ഒഴിവാക്കുക എന്നുള്ളത്. ഈ അൺസർട്ടനിറ്റിൻ്റെ ലെവൽ പല ആൾക്കാരും കടന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയുണ്ടാവും, പക്ഷേ എന്നിട്ട് പോലും ഈ സംഭവങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെയാണ് നമുക്ക് വരുന്നത് റിച്വൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സീരീസ് ഓഫ് ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹാബിറ്റ് കഴിഞ്ഞാൽ അടുത്ത് അത് ഒരുപാട് കാലം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മൈൻഡ്ലെസ്ലി വല്ലാതെ ചിന്തകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സാധനം, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന സാധനവും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റു, നിങ്ങളെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ബാത്റൂം പോലെയാണ്. അങ്ങനെ ബാത്റൂം പോയിട്ട് നിങ്ങളൊരു റിച്വൽ ഉണ്ടാക്കി. എങ്ങനെ, ബാത്റൂമിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, എന്നിട്ട് നേരെ വന്നിട്ട് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പോൾ ആ ടേബിളിമേ നിങ്ങൾ ഓൾറെഡി തലേ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഷീറ്റ് അല്ലെങ്കിൽ ഗോൾ ട്രാക്കറിൽ എഴുതി വെച്ചിരിക്കണ്. അതുപോലെ തന്നെ
ഇന്ന് പഠിക്കേണ്ട ബുക്കുകൾ അന്ന്, അതായത് ഇന്നലെ എഴുതുമ്പോൾ നാളെ പഠിക്കേണ്ട ബുക്കുകളെല്ലാം അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിരിക്കുന്നു. ഇനി അവിടെ ഡിവൈസുകളോ ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഫോണോ മറ്റൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും വെറുതെ വെക്കുന്ന ആൾക്കാരല്ല, നമ്മൾ പഠിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അത് 2 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും നിങ്ങൾ അവിടെ അങ്ങനെ ഒരു റിച്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രാവിലെ എണീക്കുന്നു, ഷവർ ചെയ്യുന്നു, നേരെ പോയി ടേബിൾ മുമ്പിൽ ഇരിക്കുന്നു, എല്ലാം തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റിച്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ പഠിക്കുക എന്നുള്ളത് അവിടെ ഒരു ഫ്രിക്ഷൻ കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇതൊരു എക്സാമ്പിളായി പറഞ്ഞാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു റിച്വൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓഫീസിൽ പോയി വരുന്ന വഴിക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഫാസ്റ്റ് ഫുഡോ എന്തെങ്കിലും വാങ്ങുന്നതിൻ്റെ പകരം കുറച്ച് എഗ്ഗ് മാത്രം വാങ്ങിയാണ്ട് വീട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ എന്തെങ്കിലും ഒരു റിച്വൽ ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജിമ്മിക്ക് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ജിമ്മിക്ക് ഉള്ള ടൈം ആകുമ്പോൾ ജിമ്മിനെ കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പകരം, ഇന്ന് എന്തൊക്കെ വർക്കൗട്ട് ഉണ്ട് ചിന്തിക്കുന്നതിൻ്റെ പകരം ജസ്റ്റ് ഡ്രസ്സ് മാറുക, വർക്കൗട്ടിനുള്ള ഡ്രസ്സ് മാറുക, അല്ലെങ്കിൽ ഷൂ ഇട്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റിച്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് ഉണ്ടാക്കിയാണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാണ്ട് കുടിക്കുക, ഇങ്ങനെ റിച്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ആ ഗതിയായിട്ടുള്ള ഹാബിറ്റും തമ്മിൽ കണക്റ്റ് ആവുകയാണ്. ഈ റിച്വലിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് മൈൻഡ്ലെസ് ആവും. മൈൻഡ്ലെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ നേരെ എണീറ്റാണ്ട് ഇങ്ങനെ ഉറക്കപ്പിരാന്തിൽ പോയിക്കാണ്ട് ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിക്കാണ്ട് വരും. എന്നിട്ട് നേരെ ടേബിളിന് മുമ്പിലാണ് ഇരിക്കും. അത് നിങ്ങൾ ഓൾറെഡി തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇനി പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അവിടെ ഫ്രിക്ഷനും പോയി, ഈ 2 ഹാബിറ്റുകളും കണക്ട് ചെയ്തും ചെയ്തു. റിച്വലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതേസമയം നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങനെ പോയി ഇരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, പക്ഷേ നമ്മൾ റിച്വലോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല, ഓരോ ദിവസവും തോന്നുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്തൊക്കെ പഠിക്കാനുള്ളത്, ഇനി എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു 4 സംഭവങ്ങൾ സംഭവിക്കും. അതിലൊന്ന്, നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്ത്? ഇതിന് നെഗറ്റീവ് കോൺസിക്വൻസീസ്. അതായത് എനിക്ക് മര്യാദക്ക് പഠിക്കാൻ ടൈം കിട്ടൂലേ, കിട്ടില്ലെങ്കിൽ എക്സാം പാസ്സായില്ലെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ പൈസ വെറുതെ പോവല്ലേ, ഞാൻ ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആക്കണോ, ഇങ്ങനെയൊക്കെ പല ചിന്തകൾ വരും. നമ്മൾ ഹൈപ്പർ വിജിലൻ്റ് ആവും, ഭയങ്കര രീതിയിൽ അലേർട്ടാവും. പക്ഷേ എന്ത് അലേർട്ട്? നെഗറ്റീവ് സംഭവങ്ങൾ മാത്രമേ നമ്മൾ കൂടുതൽ കാണുന്നുണ്ടാവുക. നമ്മൾ ഹൈപ്പർ വിജിലൻ്റ് ആയി കഴിഞ്ഞാൽ, അലേർട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ളത് എന്താണ്, ഇപ്പം എന്ത് ചെയ്താലാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക, കാണാൻ പറ്റില്ല. അതായത് നമ്മളെ ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അലേർട്ടല്ലാത്ത, ഭയങ്കര അലേർട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അലേർട്ടും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ടെൻഷൻ ആവുന്ന, ആങ്ഷ്യസ് ആവുന്ന രീതിയിലുള്ള അലേർട്ടും ഉണ്ട്. ആങ്ഷ്യസ് ആവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം നോക്കുന്നിടത്തൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഫുള്ള് പ്രശ്നങ്ങളും നെഗറ്റീവ് സംഭവങ്ങളും മാത്രം വരുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മളതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷന് കാരണം നമ്മൾ എന്ത് ചെയ്യും, അതവിടെ ഡ്രോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ഓൾറെഡി ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ട് അതിൽ റിച്വലും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നേരെ എന്ത് ചെയ്യുക, നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ ഓവറായിട്ട് എന്ത് ചെയ്യില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക, ടെൻഷൻ ആവുക, വിജിലൻ്റ് ആവുക, ഒന്നും ആവണില്ല. ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, എനിക്ക് മോട്ടിവേഷൻ തീരെ കിട്ടുന്നില്ല പഠിക്കാൻ, ഞാൻ എപ്പോഴും പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാണ്, ഫോക്കസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഒരു സ്റ്റഡി ബണ്ടിൽ റിലീസ് ചെയ്തിരുന്നു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സ്റ്റഡി ഗൈഡ്, അതുപോലെ തന്നെ സ്ലീപ്പ് ഗൈഡ്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഗൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ എല്ലാം ബുക്ക്, ഇതെല്ലാം കൂടി 499 ഒരു ബണ്ടിലേക്കാണ്ട് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ റൈറ്റ് നൗ ഐ ആം ഗിവിങ് യു സംതിങ് സ്പെഷ്യൽ ഫോർ ദ സെയിം പ്രൈസ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ടിവിറ്റി ഗൈഡും അതുപോലെ തന്നെ സ്റ്റഡി ഗൈഡും അതുപോലെ തന്നെ സ്ലീപ്പ് ഗൈഡും അതിൻ്റെ കൂടെ ബുക്കുകളും, അതിൻ്റെ കൂടെ ബോണസായിട്ട് ആൻറ്റി പ്രൊക്കാസ്റ്റിനേഷൻ ഗൈഡ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടാസ്കുകൾ തീർക്കാൻ, പഠിത്തം തീർക്കാൻ, അതിലേക്ക് ഇരുന്ന് തീർക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന ആൻറ്റി പ്രൊക്കാസ്റ്റിനേഷൻ ഗൈഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീരെ മോട്ടിവേഷൻ ഇല്ല, നിങ്ങളെപ്പോഴും ഡൗൺ ആയിക്കാണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷൻ ഗൈഡ്. അതുപോലെ തന്നെ ഞാനൊരു വെബിനാർ നടത്തിയിരുന്നു, ലൈവ് വെബിനാർ, അതിൻ്റെ റെക്കോർഡിങ് കൺസിസ്റ്റൻസിൻ്റെ ടോപ്പിക്കിൽ കഴിഞ്ഞിട്ടില്ല. ഒരു സാധനം കൂടി ഉണ്ട്, ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാനർ, ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ ട്രാക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കാം. അതിൽ വീക്ക്ലി പ്ലാനറുണ്ട്, ഡെയിലി പ്ലാനറുണ്ട്. ഒരു മാസത്തേക്കായിട്ടാണ് ഞാൻ PDF ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര മാസമാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും മാസത്തേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, ഡെയിലി പ്ലാനറും വീക്ക്ലി പ്ലാനറും. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം പ്രൈസിനാണ്, പ്രൈസിലൊരു മാറ്റമില്ല. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 31 ഓഗസ്റ്റ് വരെ അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 100 സ്റ്റുഡൻസ് എപ്പോഴാണോ എൻറോൾ ചെയ്യുന്നത് അതുവരെ, വിച്ച് എവർ ഈസ് ഏർലിയർ. 100 സ്റ്റുഡൻസ് എൻറോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവൈലബിൾ ആവില്ല. അല്ല 31 ഓഗസ്റ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിലും അത് അവൈലബിൾ ആവില്ല, വിച്ച് എവർ ഈസ് ഏർലിയർ.
ഈവൻ നിങ്ങളതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല. ഈ ആൻറ്റി പ്രൊഡക്ടിവിറ്റി, അതേപോലെ മോട്ടിവേഷണൽ ഗൈഡ്, അതേപോലെ എൻ്റെ ഈ ഡെയിലി പ്ലാനർ. ഇനി ഇത് റിസ്ക് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളിത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മെയിൽ അഡ്രസ്സ് ഉണ്ടാവും. അതിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മതി. വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ഐ വിൽ ഗിവ് യു 100% റീഫണ്ട്. സോ ദ റിസ്ക് ഈസ് ഓൺ മീ, നോട്ട് ഓൺ യു. ഇഫ് യു ലൈക്ക് ഇറ്റ്, ദ ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. ചെക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ പാരറ്റോസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ റിച്വൽസും ക്രിയേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു സംഭവമാണ് നമ്മളെ ടാസ്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾ ഒരു സാധനം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ടീച്ചറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ദിവസം കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തീരുന്ന ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് തീർക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈം കൊണ്ടേ അത് തീർക്കുള്ളൂ. ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം കൊണ്ടേ അത് തീർക്കുള്ളൂ. ഈ ലോൻ്റെ പേരാണ് പാർക്കിൻസൺസ് ലോ. അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതാണോ അതിന് എത്രത്തോളം ഡെഡ് ലൈന് ടൈം പീരീഡ് നമ്മൾ അലോ ചെയ്യുന്നോ ആ ടൈം പീരീഡിൽ ഈ വർക്ക് എന്താവും, എക്സ്പാൻഡ് ആവും. അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതിനനുസരിച്ചിരിക്കും. അത് എത്രത്തോളം ടൈം കിട്ടുന്നോ അത്രത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറഞ്ഞു വരും നമ്മളെ മൈൻഡിൽ. നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയാണത്. അപ്പോൾ ഇവിടെയുള്ള ടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൊക്കാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ ഇതെങ്ങനെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഒരു 200 പേജുള്ള ബുക്ക് വായിക്കണം വിചാരിച്ചോ, ബുക്ക് പഠിക്കണം വിചാരിച്ചോ. ഒരു ദിവസം എനിക്ക് 25 പേജ് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം നോക്കി, എന്നെ പുഷ് ചെയ്യുമ്പോൾ മാക്സിമം ലെവലിലേക്ക് പോകുന്നത് 25 പേജാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 200 പേജ് തീർക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും? 8 ദിവസം വേണ്ടി വരും. 25 × 8 200. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ഡെഡ് ലൈൻ കൊടുക്കേണ്ടത്? ഒരിക്കലും 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ അല്ല, 8 ദിവസമാണ്. 8 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് എത്തുന്നതാണ്. അപ്പോൾ എനിക്കത് ചലഞ്ചിങ് ആണ്. ടു ഈസി അല്ലെങ്കിൽ ടു ഹാർഡ്, ഇമ്പോസിബിൾ എന്നുള്ള രീതിക്കല്ല. പല ആൾക്കാരും എന്ത് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഡെഡ് ലൈനേ കൊടുക്കില്ല, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കൊടുക്കും. ഇങ്ങനെയല്ല വേണ്ടേ, നിങ്ങളെ സ്ലൈറ്റ്ലി ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡെഡ് ലൈൻ കൊടുക്കുക. എന്നാൽ അതേസമയം ടു ഈസി ആവാൻ പാടില്ല, ടു ഹാർഡ് ആവാൻ പാടില്ല. ഈ 3 സംഭവങ്ങൾ യൂസ് ചെയ്തു. എന്നിട്ടും ചില ടാസ്കുകൾ നിങ്ങൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ എന്ത് ട്രൈ ചെയ്തിട്ടും അത് ഒഴിവാക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു ദ ഫൈനൽ ടിപ്പ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സാധനം ബുദ്ധിമുട്ടായി തോന്നി, ഒരു ടാസ്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിന് ഫിയറോ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ചെയ്യാം. നിങ്ങൾ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള നിങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്നൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്രെയിൻ പറയുന്നത് ഇത് വേണ്ട മറ്റേ തന്നെ ചെയ്യാമെന്ന് പറയും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ജിമ്മിക്ക് പോകാൻ തോന്നണില്ല, പക്ഷേ നിങ്ങൾക്ക് ഓടാൻ പോകുന്നത് അത്ര ഇഷ്ടമല്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും രസമാണ്. അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും, ഓലയിൽ സംസാരിക്കുകയും ചെയ്യാം. ഓടുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിലോമീറ്റേഴ്സ് പോകണം, 5 കിലോമീറ്ററൊക്കെയാണ് ഓടുക. അപ്പോൾ അത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ജിമ്മിക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓടാൻ പോവുക. അപ്പോൾ അതിൽ നിന്നുള്ള പെയിന് കാരണം നമ്മൾ എന്ത് പറയും, അത് വേണ്ട ജിമ്മിക്ക് തന്നെ പോകാമെന്ന് പറയും നമ്മൾ ബ്രെയിന്. ഇപ്പോൾ നമ്മൾ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എടുത്ത ഫീൽഡ് നമുക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ടിങ്ങും സ്ക്രിപ്റ്റിങ്ങും ലേണിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണം, അതുപോലെ ഞാൻ പഠിക്കുകയാണ്. പക്ഷെ അതേസമയം അതിൽ വേറൊരു പ്രോസസ്സും കൂടി വരുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ബോറിംഗ് ആയിട്ടുള്ള, എന്താണ്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല സംഭവങ്ങളും നമ്മുടെ റിസൾട്ട്, നമുക്ക് വേണ്ട റിസൾട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും, എങ്ങനെയും ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം. ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു സാധനം, ഇഷ്ടമില്ലാത്തൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ഈസി ആയി തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞ ഗൈഡിൻ്റെ കാര്യം മറക്കണ്ട, 31 ഓഗസ്റ്റ് വരെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.